സുനിൽകുമാർ സാർ വണക്കം. വണക്കം. വെൽക്കം ടു DMW ധനുഷ് മീഡിയ വർക്ക്സ്. കാരണം നമ്മുടെ BJPയുടെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച്, ക്രിസ്ത്യാനികളുടെ പുറകെ BJP പോവുകയാണെന്ന് വ്യാപകമായിട്ടുള്ളൊരു ആക്ഷേപമുണ്ട്. BJPക്കാർക്കില്ല, പക്ഷേ CPM-നുണ്ട്, കോൺഗ്രസിനുണ്ട് ക്രിസ്ത്യാനികളുടെ പുറകെ. അതുകൊണ്ടാണ് അവരുടെ വോട്ട് അവർക്ക് എത്തിപ്പിടിക്കുന്നുണ്ട് എന്നും ഇവർക്ക് നല്ല രീതിയിലുള്ള ആശങ്കയുണ്ട്. അതുകൊണ്ടാണല്ലോ ഛത്തീസ്ഗഡിൽ വിഷയമൊക്കെ വരുമ്പോൾ ഇവിടെ നിന്ന് പെട്ടെന്ന് റഹീം അടക്കമുള്ളവർ, പിന്നെ കോൺഗ്രസിൽ നിന്ന് കുറച്ച് നേതാക്കളൊക്കെ ഛത്തീസ്ഗഡിലേക്ക് ഓടിപ്പോവുക, BJPയെ വെട്ടിക്കാൻ എന്നൊക്കെ പറഞ്ഞു വലിയ. പിന്നെ ഇപ്പോൾ ഉത്തരേന്ത്യയിൽ പണ്ടൊരു കാക്ക കറണ്ടടിച്ച് ചത്താലും അത് നരേന്ദ്രമോദിയുടെ തലയിലായിരുന്നു. ഇപ്പോൾ നേരെ തിരിച്ച് ഉത്തരേന്ത്യയിൽ ഒരു വൈദികൻ തുമ്മിയാൽ പോലും BJP ഇതാ അയാളെ പീഡിപ്പിക്കുന്നു എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇത്ര കെയർ BJP കൊടുത്തിട്ടും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏകദേശം 2000-നടുത്ത് സ്ഥാനാർത്ഥികളെ ക്രിസ്ത്യാനികളെ നിർത്തി. ആ നിർത്തിയ സമയത്ത് ജയിച്ചത് വെറും 25 പേര് മാത്രമാണ്. അതും ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലങ്ങളിലാണ് അവർ ജയിച്ചത് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും BJP പ്രധാനമായിട്ടും പറയുന്നത് ഇപ്പോൾ 2000 സ്ഥാനാർത്ഥികളെ, അടുത്ത സ്ഥാനാർത്ഥികളെ നിർത്താനായിട്ട് നമുക്ക് ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ കിട്ടി. അതൊരു വലിയ മാറ്റമാണ്. ഈ മാറ്റത്തിന് നമ്മൾ പിടിച്ച് മുന്നോട്ട് കയറണം എന്നാണ് അവർ പ്രധാനമായിട്ടും പറയുന്നത്. ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട്, നമ്മുടെ കാഞ്ഞിരപ്പള്ളി നിയമസഭാ മണ്ഡലത്തിൽ ജോർജ് കുര്യൻ, ഇപ്പോൾ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന അദ്ദേഹത്തെ അവിടെ നിന്നും ഇറക്കി, നമ്മുടെ കുമ്മനം രാജശേഖരൻ ജിയെ മിസോറാമിൽ നിന്നും ഇറക്കി ഇവിടെ കൊണ്ട് നിർത്തി മത്സരിപ്പിച്ചല്ലോ. അപ്പോൾ അതുപോലെ അദ്ദേഹത്തെ അവിടെ നിന്നും ഇറക്കി, അദ്ദേഹത്തെ കാഞ്ഞിരപ്പള്ളി അൽഫോൺസ് കണ്ണന്താനത്തിന്റെ മണ്ഡലമാണ്, അവിടെ കൊണ്ട് നിർത്തി മത്സരിപ്പിക്കാനുള്ള നീക്കം നടക്കുകയാണ്. പിന്നെ അതും 25% ക്രിസ്ത്യാനികൾ ഉള്ള ക്രൈസ്തവ വോട്ടുകൾ ഉള്ള മണ്ഡലമാണ് അവിടെ. അതാണ് പാർട്ടിക്ക് കാണുന്നത്. അപ്പോൾ ഇത്തവണയും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ വോട്ട് BJP ശക്തമായി ലക്ഷ്യം വയ്ക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ക്രിസ്ത്യാനികളോട് സമ്മതിക്കണമല്ലോ അതിന്. എത്രത്തോളം BJP ക്രിസ്ത്യാനിയോട് അടുത്തു എന്നല്ല എൻ്റെ ചോദ്യം, ക്രിസ്ത്യാനികൾ BJPയോട് അടുത്തു. അറക്കിലെ കേട്ടാൻ അരസമ്മതം എന്നൊരു ചൊല്ലുണ്ട് മലയാളത്തിൽ. എന്ന് വെച്ചാൽ അറക്കിലെ BJPക്ക് സമ്മതമല്ല, പക്ഷെ എനിക്ക് സമ്മതമാണ് എന്ന് പറയുന്നത് പോലെയാണ് നമ്മൾ ഈ പറയുന്നത്. 2-3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്രിസ്ത്യൻ വിഭാഗത്തിൽ കുറേ പേർക്ക് ഒരു റിയലൈസേഷൻ വന്നിട്ടുണ്ട്. അവരുടെ നിലനിൽപ്പ് അവരൊന്നും മതപരിവർത്തനത്തിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും പോകുന്ന ആൾക്കാരല്ല. അവരവരുടെ വിശ്വാസം അനുസരിച്ച് സ്വതന്ത്രമായിട്ട് ജീവിക്കാനും സമാധാനപൂർവ്വമായിട്ട് ജീവിക്കാനും ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് അത് സാധിക്കുന്നത് ഒരു ഹിന്ദു ഭൂരിപക്ഷം ഇന്ത്യയിലാണെന്നുള്ളത്. അങ്ങനെയുള്ള ക്രിസ്ത്യാനികൾ BJPയുടെ കൂടെ വരും. മനസ്സിലായോ? കാരണം അവർക്ക് ലബനോണിലായാലും ബാക്കി എല്ലായിടത്തും, ഇപ്പം ഇംഗ്ലണ്ടിലായാലും ബാക്കിയുള്ളിടത്തും നടക്കുന്ന അനുഭവങ്ങളും അവരെ പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം കാണുന്നുണ്ട് ഉള്ള അനുഭവങ്ങളിൽ നിന്ന്. ഹാഗിയ സോഫിയ ഒക്കെ അവർക്ക് എക്സാമ്പിളായിട്ട് പറയാവുന്നതാണ്. അത് തുർക്കി. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം അവർക്ക് എക്സാമ്പിളായിട്ട് പറയാവുന്നതാണ്. എന്തിനു പറയുന്നു, ഈവൻ ശ്രീലങ്കയിൽ പോലും ബോംബിങ് നടത്തി. അപ്പോൾ ബോംബ് നടത്തിയവന് അതിന് അരപ്പെട്ടയിൽ ഇരുമ്പ് ഇതൊക്കെ വെച്ച് കെട്ടിയാണ് ബോംബ് വെച്ചത്. കാരണം ആ സാധനം വേണമല്ലോ അവിടേക്ക് ചെല്ലുന്നത്, സ്വർഗത്തിൽ ചെല്ലുന്ന സമയത്ത്. പക്ഷെ അതിലും മലയാളികളുടെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അവരെ റിലൈസ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഹിന്ദു ഭൂരിപക്ഷം ഇന്ത്യയിൽ അവർ സേഫാണ്. പിന്നെ പക്ഷെ അതിൽ കൂടുതലായിട്ട് അതിലുള്ള ഒരു വിഭാഗം കാണുന്നത് ഇതിനെ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് മാത്രമല്ല ആക്കാൻ സാധിക്കുക, ഒരു യുവാഞ്ചലിസ്റ്റ് സ്റ്റേറ്റും ആക്കാൻ സാധിക്കും. ഇപ്പൊ തന്നെ ഇന്നലെയോ മറ്റോ ശ്രീ കിരൺ റിജിജുവിൻ്റെ അടുത്ത് കുറെ ബിഷപ്പുമാരോ അവരൊക്കെ ആവശ്യപ്പെടുന്നുണ്ട് ഞങ്ങളെ ഒരു അതിന്യൂനപക്ഷ വിഭാഗമായിട്ട് കണക്കാക്കണം എന്ന് വെച്ചാൽ 2.5% ഉള്ളൂ 51 മുതൽ ഇതുവരെ. അത് ഭയങ്കര സൂത്രപ്പണിയാണ്. എന്ന് വെച്ചാൽ തമിഴ്നാട്, ആന്ധ്ര, പഞ്ചാബ്, നോർത്ത് ഈസ്റ്റ് ഇതുപോലെയുള്ള സ്ഥലങ്ങളിലും, നോർത്ത് ഈസ്റ്റിലൊക്കെ കൺവേർട്ടഡ് ആയിട്ട് തന്നെ, പക്ഷെ ഇതേപോലെയുള്ള പല സംസ്ഥാനങ്ങളിലും, മേജർ സംസ്ഥാനങ്ങളിലും കൺവേർട്ടഡ് ആൾക്കാർ ഇപ്പോഴും ഹിന്ദു നാമധാരികളായിട്ട് റെക്കോർഡിൽ തുടരുകയും അവർ മതം മാറുകയും ചെയ്തിട്ടുള്ളതാണ്. അവർ 2.5 ഒന്നുമല്ല അവരുടെ ആക്ച്വൽ പെർസെൻറ്റേജ്, അതിനേക്കാൾക്ക് വളരെ കൂടുതലാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് ശരിക്കും ഒരു സെൻസസ് എടുക്കുമ്പോൾ ശരിക്കും പ്രോപ്പറായിട്ട് എടുത്താൽ, ഇപ്പോൾ IAS വരുന്ന പലരും, എൻ്റെ ബാച്ച്മേറ്റ്സ് തന്നെ IAS പലരും തമിഴ്നാട്ടിൽ നിന്നുള്ളവർ, അവർ ക്രിസ്ത്യൻസാണ്, പക്ഷെ അവർ ഹിന്ദു ഷെഡ്യൂൾ കാസ്റ്റ് കമ്മ്യൂണിറ്റിയുടെ കോട്ടയിൽ വന്നവരാണ്. അപ്പോൾ ആ ഷെഡ്യൂൾ കാസ്റ്റ് കോട്ട കിട്ടാനും OBC കോട്ട കിട്ടാനും ഉള്ളവരൊക്കെ അതിൽ തന്നെ തുടരുകയാണ്, മതം മാറാതെ റെക്കോർഡിക്കലായിട്ട് അതിൽ തുടരുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. ആ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഈ പറയുന്ന മതപരിവർത്തനം ഞങ്ങളുടെ ജന്മാവകാശം എന്ന് പറഞ്ഞതുപോലെ, സ്വാതന്ത്ര്യം നമ്മുടെ ജന്മാവകാശം എന്ന് പറഞ്ഞതുപോലെ മതപരിവർത്തനം ഞങ്ങളുടെ ഇത് തിരിച്ചായാലോ? മതപരിവർത്തനം ഞങ്ങളുടെ ജന്മാവകാശം എതിർ ഭാഗത്തുള്ളവർ പറഞ്ഞു അത് പറ്റില്ല
എന്ന് പറയുന്ന ഒരു വിഭാഗക്കാരുണ്ട്. അതിന് ശക്തമായിട്ടുള്ള വേരുകൾ കേരളത്തിൽ ഇപ്പോഴും ഉണ്ട്. കാരണം കേരളത്തിൽ നിന്നാണ് ഇപ്പൊ മണിപ്പൂർ പോലുള്ള പ്രശ്നങ്ങൾ നോക്കിയാൽ അറിയാം ആരാണ് അവിടെ പോയതെന്നും ആരാണ് അവിടെ ഇഷ്യൂസ് ഉണ്ടാക്കിയതെന്നും ശരിക്കും ഒരു പഠനം നടത്തിയാൽ മനസ്സിലാകും അതിൽ കേരളത്തിന്റെ പങ്ക് എന്താണെന്ന്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ പറയുന്ന സമയത്തും മനസ്സിലാക്കേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞ വിഭാഗത്തിലുള്ള, അതായത് ഒരു ഹിന്ദു ഭൂരിപക്ഷം ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുന്നവർ തീർച്ചയായിട്ടും ഈ ഭാഗത്തേക്ക് വരും. അങ്ങനെയുള്ള വരവുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് 2000 സ്ഥാനാർത്ഥികളൊക്കെ കിട്ടിയത്. പക്ഷേ ഒരു ഇവാഞ്ചലിസ്റ്റിക് ഇന്ത്യ, അതായത് ഏഷ്യ മുഴുവൻ ഇവാഞ്ചലൈസ് ചെയ്യണം എന്ന് പല പോപ്പുമാരും പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അപ്പൊ ആ പ്രഖ്യാപനങ്ങൾ നിലവിലിരിക്കുക അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശ്രമിക്കുന്നത് അത് ഒരു ഇവാഞ്ചലിസ്റ്റ് സ്റ്റേറ്റ് ആയിട്ട് മാറ്റാൻ മതപരിവർത്തനം ഏറ്റവും സാധ്യമാകുന്ന വിധത്തിലുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ സെന്ററിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. അതായത് 2004-14 കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ജോർജ് സോറോസിനും ബാക്കിയുള്ള എല്ലാവർക്കും, ജോർജ് സോറോസ് ജൂതനാണ്, പക്ഷേ അയാളുടെ പല പ്രവർത്തനങ്ങളും ഇക്കാര്യങ്ങളിലേക്ക് പൈസ കൊടുക്കുന്ന ആൾക്കാർക്ക് സഹായിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അത് മാത്രമല്ല അവർക്ക് അല്ലാതെയും കൺവേർഷനുള്ള ഘടവനം ഇപ്പൊ തന്നെ ഏകദേശം 10-20,000 NGOസിന്റെ ഫണ്ടൊക്കെ നിർത്തിയിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? ഞങ്ങളുടെ ഫണ്ടിങ് ഒക്കെ ഇങ്ങോട്ട് തിരിച്ചുക, ഞങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ പോകണം, ഞങ്ങൾ കൺവേർട്ട് ചെയ്യുന്ന നിയമങ്ങളെല്ലാം നിർത്തലാക്കി തരണം. അതുകൊണ്ട് വണ്ടേ നീ തുലയുന്നു, വിളക്കം നീ കിടത്തുന്നു. ഇതാണ് ഞാൻ അതിനെപ്പറ്റി പറയുക. അതായത് അവർ ഇവാഞ്ചലിസ്റ്റിക് ആകാൻ പോയാൽ ഇപ്പൊ ഉള്ള ഒരു 7-8% മിനിമം അത്രയുണ്ട് അവര് ആക്ച്വലി. അത് ഒരു 15-16% എത്തും. അതുകൊണ്ട് ഉണ്ടാകുക അത് മുഴുവൻ പോകുന്നത് ഹിന്ദു ഭാഗത്തു നിന്നായിരിക്കും. പക്ഷെ അതുകൊണ്ട് ഉണ്ടാകുക എന്താണെന്ന് വെച്ചാൽ ഹിന്ദുവിന്റെ പോപ്പുലേഷൻ ഭയങ്കരമായിട്ട് കുറയും. അപ്പോൾ അതൊരു ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് പോകാനായിട്ട് പെട്ടെന്ന് ഈസി ആയിട്ട് സാധിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോവുകയാണ് ഉണ്ടാകുക. അതാണ് ഞാൻ പറഞ്ഞത്, കുമാരനാശ എഴുതിയിട്ടുള്ള ദുരവസ്ഥ മാത്രമല്ല പ്രരോധനമുണ്ട്. അപ്പൊ അതിലുള്ളൊരു കവിതയുടെ ഒരു ഭാഗമാണിത്. വണ്ടേ നീ തുലയുന്നു, വിളക്കും നീ കിടത്തുന്നു. അതാണ് നിങ്ങൾക്കോ പ്രയോജനം കിട്ടുന്നില്ല, ഇവിടെ ഞങ്ങളുടെ വെളിച്ചവും നീ കെടുത്തി കളയുന്നു എന്നുള്ളതാണ്. ആ ഒരു സിറ്റുവേഷൻ ഇന്ത്യയിലുണ്ട് എന്നുള്ളത് ഈ പറയുന്ന ഔട്ട്റീച്ച് ആയിട്ട് പോകുന്ന ആൾക്കാർ മനസ്സിലാക്കണം. അപ്പോൾ ആസ് ലോങ് ആസ് ദേ വാണ്ട് ടു ഹാവ് സംബഡി ഹു സപ്പോർട്ട്സ് ദാറ്റ്, ആ പർട്ടിക്കുലർ കോസിനെ സപ്പോർട്ട് ചെയ്യുന്നവർ മറുവശത്ത് ഉണ്ട് എന്ന് കണ്ടാൽ അൾട്ടിമേറ്റ്ലി ദാറ്റ് വോട്ട് വിൽ ഗോ ടു ദം. അതുകൊണ്ടാണ് എന്തൊക്കെ ചെയ്തിട്ടും കേരളത്തിൽ ഈ പറയുന്ന സംഘടിതമായിട്ട് ഇവരുണ്ടെന്ന് പറയുന്ന ജില്ലകളിൽ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ വോട്ട് കിട്ടാതിരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം. തൃശ്ശൂർ പോലും കിട്ടിയിട്ടില്ല, തൃശ്ശൂർ കോട്ടയത്ത് കിട്ടിയിട്ടില്ല, അങ്ങനെ എവിടെയും കിട്ടിയിട്ടില്ല. ഇപ്പോഴും BJPക്ക് എന്താ ഇത്ര വോട്ട് 54% നിന്നുള്ള വോട്ട് 15% നിൽക്കുന്നത് എന്താണ്? ഹിന്ദു ഔട്ട്റീച്ച് ഇല്ല. ഞാൻ എപ്പോഴോ പറഞ്ഞിട്ടുള്ളത് പോലെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് അവിടെ നിൽക്കട്ടെ, ഹിന്ദു ഔട്ട്റീച്ച് ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, വിശ്വകർമ്മ കമ്മ്യൂണിറ്റിനെ ഔട്ട്റീച്ച് ചെയ്യുന്നില്ല, ഈഴവ കമ്മ്യൂണിറ്റിനെ പ്രോപ്പറായിട്ട് ഔട്ട്റീച്ച് ചെയ്യുന്നില്ല, ധീവര കമ്മ്യൂണിറ്റിനെ പ്രോപ്പറായിട്ട് ഔട്ട്റീച്ച് ചെയ്യുന്നില്ല. ഈ മിനി കാസ്റ്റ് ആയിട്ടുള്ള കുറേയധികം വിഭാഗങ്ങളുണ്ട്, അവരെ ഔട്ട്റീച്ച് ചെയ്യുന്നില്ല. അപ്പൊ SC ST ഔട്ട്റീച്ച് ചെയ്യുന്നില്ല. അതൊക്കെ കാണിക്കുകയാണ്, അതൊക്കെ മോർച്ചകളായിട്ട് നിൽക്കുകയാണ്. അത് സ്വന്തം ഇതില് ജനറൽ വിഭാഗത്തിലേക്ക് വന്ന് അതിൽ നിന്ന് വളർത്തിയെടുത്ത് അവിടെ കാൻഡിഡേറ്റ്സ് അവരുടെ ജനസംഖ്യ ആനുപാതികമായിട്ട് അതിലൊരു കാൻഡിഡേറ്റിനെ കൊടുക്കണ്ടേ? അവർക്കും വേണ്ടി ജനസംഖ്യ ആനുപാതികമായിട്ടുള്ള ഒരു പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ അതൊന്നുമില്ല. അപ്പൊ ആ ഔട്ട്റീച്ച് ഈസ് നോട്ട് ഗോയിങ് ടു സക്സീഡ്. ആ ഔട്ട്റീച്ച് വിൽ ഫെയിൽ ഇൻ കേരള. കാരണം കേരളമാണ് ഈ പറയുന്ന ടോട്ടൽ ഇന്ത്യയിലെ ഒരു കൺവേർഷൻ സെന്ററിന്റെ ആൾക്കാർ വർക്ക് ചെയ്യുന്നത്. അതിലില്ലാത്ത ക്രിസ്ത്യൻ വിഭാഗങ്ങൾ കുറേ ഉണ്ട്, പക്ഷെ അതിൽ വർക്ക് ചെയ്യുന്ന വിഭാഗങ്ങളുണ്ട്. ദേ ആർ വോഷിഫോറസ്. ഇപ്പൊ ഛത്തീസ്ഗഡിൽ ഉണ്ടായ കാര്യത്തിൽ ഞാൻ ഇപ്പോഴും പറയുന്നത്, ഞാൻ അന്നും പോസ്റ്റ് ഇട്ടിരുന്നതാണ്, ഞാൻ അന്നും പറഞ്ഞത് എന്നാണ്, അത് തെറ്റായ നടപടിയാണ്, അവിടെ ചെയ്ത നടപടി തെറ്റാണെന്ന്. അവിടെ ഒരു ഗവൺമെന്റ് ഉണ്ട്, അവിടെ ഒരു പോലീസ് സംവിധാനമുണ്ട്, അവിടെ ഒരു പ്രതിപക്ഷമുണ്ട്. അവിടുത്തെ പ്രതിപക്ഷത്തിന് പോലും ഇല്ലാത്ത ആക്ഷേപമാണ് അത് തെറ്റായിരുന്നു, അവർ ശരിയായിരുന്നു, ഞങ്ങൾ പോയി രക്ഷിക്കും, ഞങ്ങൾ ബെയിൽ കൊടുക്കുന്നത് കോടതിയാണ്. അപ്പൊ അങ്ങനെയൊക്കെ പറയുന്നത്, അതേപറ്റി ഞാൻ ഇപ്പൊ കൂടുതൽ പറയുന്നില്ല. അന്ന് അവർക്ക് വലിയ വിഷമമായിരുന്നു ഞാൻ ആ പോസ്റ്റ് ഇട്ട സമയത്ത്. ഞാൻ പക്ഷെ നല്ലതിനു വേണ്ടി ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ, നമ്മളെ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മള് പക്ഷെ ഈ സൂത്രപ്പണി നമ്മൾ സമ്മതിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല, അതുകൊണ്ട് നമ്മളുള്ള കാര്യം പറയുന്നുണ്ട്. ഈ സുരേഷ് ഗോപിക്ക് കിട്ടിയ ക്രിസ്ത്യൻ വോട്ടുകളൊക്കെ ഏത് തരത്തിലുള്ളതായിരുന്നു? സുരേഷ് ഗോപിക്ക് എത്ര ക്രിസ്ത്യൻ വോട്ട് കിട്ടിയിട്ടുണ്ടാവുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്?
അത്ര കൂടുതലൊന്നും ക്രിസ്ത്യൻ വോട്ട്സ് 7 മണ്ഡലത്തിൽ 6 നിയമസഭാ മണ്ഡലത്തിലും അദ്ദേഹം ആ, ഗുരുവായൂർ മാത്രമാണ് അദ്ദേഹം മൂന്നാമതായി പോയത്. അത് ആ ഗുരുവായൂരും മുസ്ലിം പോപ്പുലേഷൻ കൂടുതലാണ്. അവിടെ ആരാണ് ഇപ്പോൾ ജയിച്ചു വരുന്നത്? അത് നോക്കിയാൽ മതി. അപ്പൊ അതുകൊണ്ട് തൃശ്ശൂർ മണ്ഡലത്തിലടക്കം ദർ ഇസ് എ ഹ്യൂജ് ഹിന്ദു പോപ്പുലേഷൻ, ഹ്യൂജ് ഹിന്ദു പോപ്പുലേഷൻ ഉള്ളൊരു സ്ഥലമാണ്. അത് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കാതെയാണ് അതൊരു ക്രിസ്ത്യൻ മണ്ഡലമാണ് എന്ന് പറയുന്നത്. അതായത് തൃശ്ശൂർ അസംബ്ലി മണ്ഡലം അടക്കമാണ് ഞാൻ പറയുന്നത്. അവിടുത്തെ ഹിന്ദു പോപ്പുലേഷൻ, അവിടെയുള്ള ജാതികളും നോക്കിയാൽ അറിയാം കൃത്യമായിട്ട് അത് എത്ര വലിയ ഹിന്ദു പോപ്പുലേഷനുള്ള സ്ഥലങ്ങളാണെന്ന്. അപ്പൊ അതൊന്ന്. രണ്ടാമത് അദ്ദേഹത്തിന് കുറേയധികം സ്ത്രീകളുടെ വോട്ട് കിട്ടിയിട്ടുണ്ട്. അത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് ബിയോണ്ട് എനി കാസ്റ്റ് ഓർ കമ്മ്യൂണിറ്റി എല്ലാത്തിൻ്റെയും കിട്ടിയിട്ടുണ്ട്. അപ്പൊ പിന്നെ BJP പ്രവർത്തകരുടെ വർക്കും ഉണ്ട്. പിന്നെ അന്നുണ്ടായിരുന്ന കരുവന്നൂർ പോലുള്ള സംഭവങ്ങളൊക്കെ അദ്ദേഹത്തിന് സഹായിച്ചിട്ടുണ്ട്. കാഞ്ഞിരപ്പള്ളിയിൽ ജോർജ് കുര്യനെ ഇറക്കിയാൽ 25% ക്രിസ്ത്യൻ വോട്ടുകൾ പെട്ടിയിലാക്കാമെന്ന BJPയുടെ മോഹം ഇതിൽ കാണുന്നത്. അതായത് ഇനിയിപ്പോ അവിടെ അൽഫോൺസ് കണ്ണന്താനം ജയിച്ച സ്ഥലമാണ്. അദ്ദേഹം തന്നെ ഇറങ്ങി നിന്നാൽ തൽക്കാലം ജയിക്കില്ല. ശരി, വോട്ട് ചെയ്യില്ല ക്രിസ്ത്യാനികൾ, കിട്ടില്ല. അത് വളരെ ക്ലിയർ ആണ്.